ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടിയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ജാനകിയാണ്. അപ്പം ജാനകി അടുക്കളയിൽ നിന്ന് ദേഷ്യത്തോടു കൂടി പച്ചക്കറി എല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ അജയൻ കണ്ടു. അങ്ങനെ അജയൻ അകത്തേക്ക് കയറി വരികയാണ്, കിച്ചണിന്റെ അകത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ല ജാനകി. ഒന്ന് ആലോചിച്ച് നോക്ക് അജയേട്ടാ, നമ്മുടെ മരുമകൾ വന്നപ്പോ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതിൽ എന്താ തെറ്റിയിരിക്കുന്നത്? നമ്മുടെ മരുമകളെ പോലെ തന്നെ ഈ വീട്ടിന്റെ മരുമകൾ തന്നെയല്ലേ നയനമോളും. അപ്പൊ പിന്നെ നയനയ്ക്ക് ഇങ്ങോട്ട് വരത്തില്ലേ? ആദ്യം ഈ വീട്ടിലേക്ക് വന്നത് നയനയാ. അതുപോലെ തന്നെ ഈ വീടിന്റെ മൂത്ത മരുമകളും ആദർശിന്റെ പെണ്ണ് തന്നെയാ. അതുകൊണ്ട് മുന്തിയ പരിഗണന ആ കുട്ടിക്ക് തന്നെ എല്ലാവരും കൊടുക്കേണ്ടത്. ഓ, എന്റെ മോന്റെ ഭാവിയെ കുറിച്ച് അജയേട്ടന് ഒരു ചിന്തയില്ല. നമ്മുടെ മോന്റെ ഭാവിക്ക് എന്താടി കുഴപ്പം? എപ്പോഴാ അനാമിക മോളെല്ലാം കളഞ്ഞിട്ട് പോകുക എന്ന് അറിയത്തില്ല. അവളുടെ അഹങ്കാരം കൊണ്ട് അവള് പോയാല് ആർക്കാ നഷ്ടം? അവക്ക് തന്നെയാ നഷ്ടം, അല്ലാതെ നമ്മുടെ മോന് മാത്രമല്ലല്ലോ. അല്ല, അവളെ പൂജയ്ക്ക് വെക്കാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നവ്യയും നയനയും പോലെ ഈ വീടിന്റെ മരുമകളായിട്ട് ജീവിക്കാനാ. പിന്നെ അവളുമാര് വന്ന പോലെയാണോ നമ്മുടെ മരുമകൾ വന്നത്? അല്ല, പിന്നല്ലാതെ അവള് കേറി വന്നത് എങ്ങനെയാ? അല്ല, അവളും നടന്നു വന്നു, നമ്മുടെ മരുമകളും നടന്നു വന്നു. അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? നീ ഉദ്ദേശിച്ചാലും ശരി, നയന മോൾക്ക് മുകളിലല്ല ഈ വീട്ടിൽ ആരും, നീയും ഞാനും പോലും. ഓ, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെയായി പോയതെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് തന്നെയാടി എനിക്കും ചോദിക്കാനുള്ളത്. നീ എന്താ ഇങ്ങനെയായി പോയത്? ദേ, അനാമിക മോള് ആകെ തിളച്ചു നിൽക്കുക. എങ്കിലേ കുറച്ച് ഐസ് വാട്ടർ കോരി അവളുടെ തലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അവള് തണുക്കട്ടെ. നമ്മുടെ മോനെ അവളെ ഒന്ന് സ്നേഹിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അതുമില്ല. അവനാണെങ്കിൽ അനാമിക മോളെ ഒന്ന് പരിഗണിക്കുന്ന പോലുമില്ല. അതിന് അവനെ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വീട്ടിനകത്ത് ചെറിയൊരു വഴക്ക് നടന്നാൽ പോലും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു പെണ്ണിനെ ഏതാണാടി സ്നേഹിക്കുന്നത്? എന്തായാലും നാണം കെട്ട് നമ്മുടെ മോൻ അവളെ പോയി വിളിച്ചില്ലേ? അത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ട് ഈ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ നിന്റെ മരുമകളോട്. അല്ലാതെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഉപദേശിക്കേണ്ടത് അവളെയാ, അല്ലാതെ നമ്മളെ മോനെ അല്ല. ആദ്യം അവളെ പോയി ഉപദേശിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ദേഷ്യം വന്നിട്ട് ജാനകി ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞോണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ അനീനെയാണ് പിന്നെ കാണിക്കുന്നത്. അനി നേരെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുക, അതായത് ആ റൂമിലേക്ക് ചെല്ലുക. അപ്പോഴത്തേക്കും അനാമിക അനീന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൾ ഇവിടേക്ക് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. അല്ല, വന്നെന്ന് കരുതി പോകാൻ വലിയ പാടൊന്നുമില്ലല്ലോ അനാമികെ. ഏടത്തി വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ. ഇന്നലെ വരെ ഏട്ടത്തി ഇവിടെ വരണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്ന വല്യമ്മ ഇപ്പം ഏടത്തീനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏടത്തി ഇനി ഇവിടുന്ന് തുരത്താന്ന് ആര് വിചാരിക്കണ്ട. ആര് വിചാരിച്ചാലും അത് നടക്കില്ല. എങ്കിൽ പിന്നെ എന്നെ തുരത്തി ഓടിക്കണ ഇവിടുന്ന്. എടി, നിന്നെ എന്തിനാ ഞാൻ ഓടിക്കുന്നത്? ഓടിക്കേണ്ട കാര്യം വേണ്ടല്ലോ. അല്ല, നിനക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ഓടാനും. ഇനി അമ്മായിയമ്മ മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നത് കൊല്ലാനാണോ എന്ന് പോലും അറിയില്ലല്ലോ. ഒരിക്കലും അല്ലടി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വല്യമ്മയ്ക്ക് അതുപോലെ തന്നെ ആദർശേട്ടനെയും എല്ലാവരെയും ജീവനാ. അതുകൊണ്ടാ വല്യമ്മ പോയി ഏടത്തിനെ കൂട്ടിക്കൊണ്ട് വന്നത്. വല്യമ്മ വിളിച്ചോണ്ട് വന്നത് കൊണ്ട് വലിയ തലയെടുപ്പോട് കൂടിയാ അവള് നിൽക്കുന്നത്. അത് എന്റെ അടുത്ത് കാണിച്ചാൽ ഞാൻ വകവെച്ചു കൊടുക്കില്ല. ആരോടും മനഃപൂർവ്വം വഴക്കിന് എന്റെ ഇടത്തിൽ വരില്ല. നിന്നെ പോലെ കാരണമില്ലാതെ കലഹിക്കാറുമില്ല. പുകഴ്ത്ത്. മറ്റവളുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് നീ തലയിൽ കയറ്റി വെക്കും. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇത്രയും ദിവസം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇനി അത് പോയി കിട്ടിയെന്ന് ഉറപ്പായി. എടോ, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. അറിയാമോ നിനക്ക്? അതെ, ഇതൊക്കെ വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞിരുന്നെങ്കിലേ എന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടില്ലായിരുന്നല്ലോ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ അനാമികെ. ഇവിടെ ഉള്ളവര് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, എനിക്ക് മനസ്സുണ്ടായിട്ടുമല്ല. അത് നീ മനസ്സിലാക്ക. ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ രണ്ടും ഒത്തുപോവില്ല. നമ്മുടെ ജീവിതം ഒരു പരാജയമാണെന്ന് ഇത്ര കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അതുകൊണ്ട് നീ ഇനിയിപ്പൊ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് ഒരു ചുക്കുമില്ല അനാമിക. എനിക്കറിയാടാ, ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. അതിനുവേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ നീ, എന്നെ ചൊടിപ്പിച്ചോണ്ടിരിക്കല്ലേ നീ. അതെ, വല്യമ്മയ്ക്ക് മരണവുമായിട്ട് മല്ലടിക്കേണ്ടി വന്നത് നീയും നിന്റെ അമ്മയും ആണെന്ന് എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, ദേ എന്റെ പൊന്നനി, നീ മിണ്ടാതിരുന്നോണം. എന്ത് മിണ്ടാതിരിക്കാനാ? ആ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കിയതും നീയും നിന്റെ അച്ഛനും അമ്മയല്ലേ. അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. നിന്റെ മനസ്സിനകത്ത് ലെവലേശം നന്മയില്ല. അത് മനസ്സിലാക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയുന്നില്ല.
എന്തായാലും എന്നെ പുറത്താക്കിയിട്ട് എന്റെ സ്ഥാനത്ത് നന്ദുവിനെ കൊണ്ടുവന്നെന്ന് കരുതാൻ നീ അത് വിചാരിക്കുക പോലും വേണ്ട. അത് നടക്കൂല. അതൊരിക്കലും ഞാൻ നടത്തി തരില്ല. അതിനു വേണ്ടിയിട്ടാ നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്നെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോവൂലോ. അങ്ങനെ 4-5 തവണ വീട് വിട്ടു പോയി കഴിയുമ്പം ഈ വീട്ടിലുള്ളവർ തന്നെ എന്നെ വേണ്ടാന്ന് പറയും. അതിനു വേണ്ടിയല്ലേടാ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എടി, ഞാൻ കിട്ടിയ ഒരു താലി നിന്റെ കഴുത്തിലുണ്ട്. അതിനപ്പുറം എന്തു ബന്ധമോ നമ്മൾ തമ്മിലുള്ളത്? ആ താലി പെട്ടെന്ന് അറുത്തു മാറ്റരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിന് ഞാൻ സമ്മതിക്കില്ല. അതും മാത്രമല്ല, അങ്ങനെ അറുത്തു മാറ്റിയ താലി നന്ദുവിന്റെ കഴുത്തിൽ ഒരിക്കലും കാണാൻ പാടില്ല എന്ന വാശിയും എനിക്കുണ്ട്. സ്വന്തം വാശി നടക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തൊലയ്ക്കാൻ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് പോയിട്ടോ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അനാമിക തിളച്ച ഉരുകി വെന്ത് നിൽക്കുകയാണ്. ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് ജലജയും അതുപോലെ നമ്മുടെ ജാനകിനെയുമാണ്. അങ്ങനെ ജലജ പറയാ, അല്ല ഏടത്തി അടുക്കള കയ്യേറിയല്ലോ, ഇത് വലിയ മാറ്റം തന്നെ സംഭവിച്ചല്ലോ. ഇതെന്താ കരളല്ലേ മാറ്റിവെച്ചല്ലോ, അത് തലച്ചോറല്ലല്ലോ. കരള് മാറ്റിവെച്ചല്ലോ, സ്വഭാവത്തിന് മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നത് ജലജ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറ്റം വന്നത്. ദേ മിണ്ടണ്ട വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവയാനി വരിക. ദേവയാനി വന്നിട്ട് എന്റെ മരുമകൾ എവിടെ എന്നിങ്ങനെ ജാനകിയോട് ഇങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് നമ്മുടെ അനാമിക ഞാൻ എത്തി വല്യമ്മേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അല്ല മറ്റു 2 തമ്പുരാട്ടിമാർക്ക് എഴുന്നള്ളാറായില്ലേ? അവരുടെ കാര്യം ആരാ നോക്കുന്നത് ഏടത്തി? ഞങ്ങൾ ആരും നോക്കുന്നില്ല. അല്ല നിന്റെ മരുമകളെ പറ്റി നീ തിരക്കണ്ട. പക്ഷെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഈ വീട്ടിലുള്ള തറവാട്ടിലെ, അതും ഈ തറവാട്ടിന്റെ ആദ്യത്തെ കുഞ്ഞ്, നിന്റെ മകന്റെ കുഞ്ഞ, അത് നീ ചിന്തിക്കണം ജലജ എന്നിങ്ങനെ ദേവയാനി പറഞ്ഞപ്പോ ജലജ പറഞ്ഞു, കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ടത് അവളല്ലേ. കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവക്കങ്ങ് എടുത്ത് കഴിച്ചാ പോരെ? അല്ലാതെ ഇനിയിപ്പോ വാരി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ വന്നു. നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നല്ലോ, കൃത്യസമയത്ത് തന്നെ വന്നല്ലോ എന്നിങ്ങനെ അനാമിക പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ അവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും ദേവയാനി എന്റെ മരുമകൾ വന്നില്ലല്ലോ, എന്തി എന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് നമ്മുടെ നവ്യോട് ചോദിച്ചു, അല്ല അവൾ എന്തി, അവളെ കണ്ടില്ലല്ലോ. അത് പിന്നെ അവള് പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. ഓ ഏടത്തി അവക്ക് ഒറ്റയ്ക്കിരുന്ന് വെട്ടിമിഴുങ്ങുന്നതാ ഇഷ്ടം. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു, അതെ സ്വന്തം സ്വഭാവം ആരും വിളിച്ചു പറയണ്ട. അപ്പച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് ചേച്ചി അനിയത്തി എല്ലാവർക്കും മുന്നിലാ. ഇഷ്ടപ്പെട്ട ആഹാരം കണ്ടാലേ ഞാൻ ആർത്തിയോടെ കഴിക്കും, അല്ലാതെ കളയാറൊന്നുമില്ല അനാമികെ. പിന്നെ നിനക്കിവിടെ ഉണ്ടാക്കുന്ന ഫുഡിനെ ഇഷ്ടമല്ല, നിനക്കിവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമല്ല, ഹോട്ടലിലെ ഫുഡ് ആണെങ്കിൽ അത് നീ പോയി കഴിക്കണം. അപ്പം ജാനകി പറഞ്ഞു, നിർത്ത്, ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് വഴക്ക് വേണ്ട. അപ്പം ദേവയാനി ഇങ്ങനെ നോക്കുക, നമ്മുടെ നയനയെ കാണുന്നില്ലല്ലോ. ഞാനേ പോയി നയനെ വിളിച്ചോണ്ട് വരാം. ഇനിയിപ്പം ഫുഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന്റെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കും. അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തും. എന്തിനാ ഏടത്തി അവളുടെ കാലെ പോയി പിടിക്കുന്നത്? അങ്ങനെ സ്ഥിരമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാലെ തന്നെ എന്നും കിടക്കേണ്ട വരും ഏടത്തിക്ക്. വേണ്ട, അങ്ങനെയൊന്നുമല്ല. ഏതായാലും ദേ എന്റെ മോനെ എനിക്ക് എതിരാകാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരുന്നത്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജയേട്ടന്റെ അച്ഛനും അമ്മയും ഒക്കെ അതിന്റെ പേരിൽ എന്നെ വിമർശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ ഞാൻ അവളെ പോയി വിളിക്കുന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല. ഞാന് മരുമകളെ പോയി വിളിക്കാത്തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാ നവ്യെ നിന്റെ അനിയത്തിയുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുന്നത്. അല്ല അമ്മായി പോകണ്ട, അമ്മായി ഇവിടെ ഇരിക്കുക, ഞാൻ പോയി വിളിക്കാം. വേണ്ട, നീ ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്ന് ഇരുന്നല്ലേ, അതുകൊണ്ട് നീ ഇരുന്ന് കഴിച്ചോ, ഞാൻ പോയി വിളിച്ചോളാം. അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, അവക്കും ഇവക്കും ഒക്കെ കഴിക്കുന്ന ആഹാരം എല്ലിന്റെ ഇടയിൽ കയറുക. അപ്പൊ നവ്യ പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മായിയമ്മേ, ആർക്കാ ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കയറുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും എന്നെ കൊണ്ട് ഇവിടെ വിളമ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക, ഞാനേ പോയി മഹാറാണീനെ ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ ദേവയാനി അങ്ങ് പോയി. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, ആരും ഇല്ലാന്ന് ഓർത്തോണ്ടാ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നത്. ചിലരിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ല. ഇറക്കണ്ട, നിന്നോട് ഇറക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഇവിടെ വന്ന് ഇരുന്ന സ്ഥിതിക്ക് ഇതെല്ലാം കഴിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അനാമികയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അനാമിക എണീറ്റ് പോകാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ഒരു കൂസലും ഇല്ലാതെ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ദേവയാനി ആണെങ്കിൽ നമ്മുടെ നയനെ വിളിക്കാനും പോവുകയാണ്. അപ്പൊ നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക, ഇവൾമാര് തമ്മിൽ പരസ്പരം തല്ലി ആരെങ്കിലും വെളിയിൽ പോട്ടെ, ആര് പോയാലും എനിക്ക് സന്തോഷവും സമാധാനവും ഉള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ ജാനകിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദേവയാനി ഇങ്ങനെ മാറിയതെന്ന് ചിന്തിക്കുന്നു. ഏതായാലും ദേവയാനി നമ്മുടെ നയനയെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ ഒരു മാസികയൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ സന്തോഷവും കുറച്ച് സമാധാനവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നയനയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനി പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അതെ
നീ എന്താ ഒന്നും കഴിക്കാൻ വരാത്തത്? നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് എടുത്ത് കളയാനൊന്നും പറ്റില്ല. അത് പിന്നെ എല്ലാവരും കഴിച്ചിട്ട് വരാന്ന് കരുതി. അതെന്താ നീ അങ്ങനെ വരുന്നത്? അല്ല, ഞാന് എനിക്കറിയാം, ഇനി നിനക്ക് ഭക്ഷണം തരുന്നില്ലെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും പരാതി പറയാനാണോ ഇരിക്കുന്നത് നീ? ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും വീട്ടിലേക്ക് വിളിച്ച് പറയാറില്ലല്ലോ. ആർക്കറിയാൻ പറയുന്നില്ലെന്ന്. അത് മാത്രമാണോ? നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വിളമ്പി തന്നില്ലെങ്കിലേ എന്റെ മകൻ എന്നോട് ദേഷ്യപ്പെടില്ലേ? മോന്ത് വീർപ്പിക്കില്ലേ? അവന് ഉറക്കം കിട്ടില്ലല്ലോ. ജയേട്ടനും അച്ഛനും അമ്മയൊക്കെ എന്നെ കുറ്റപ്പെടുത്തില്ലേ? നീയാണല്ലോ ഇപ്പൊ ഈ വീട്ടിലെ താരം. രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ചല്ലേ എനിക്ക് പറ്റൂ. എന്റെ പൊന്നമ്മേ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. അമ്മയ്ക്ക് ഞാൻ എല്ലാം വെച്ച് വിളമ്പി തരേണ്ടത്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല നയനെ. കരുണയുള്ള ഒരു പെൺകുട്ടി എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കിപ്പോ യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല. ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു അസുഖക്കാരി ആക്കണ്ട എന്ന്. അല്ല, അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് അറിയാലോ. ഒരു കുഴപ്പമില്ല എനിക്ക്. അതറിഞ്ഞു വെച്ചിട്ട് കുഴപ്പമുണ്ടാക്കാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ അമ്മ ഈ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പൊ എല്ലാവരുടെ ഒപ്പം വന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നോ? സത്യം പറഞ്ഞാല് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത്. പണ്ടും അങ്ങനെയൊന്നും ഇരുന്ന് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. എനിക്കിഷ്ടമൊന്നും അല്ല. പിന്നെ നിന്നെ വിളിച്ചിരുത്തി ഭക്ഷണം തന്നെന്നറിഞ്ഞാല് എന്റെ മകന് അത് വലിയ സന്തോഷാവൂലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. ഇപ്പം എന്റെ മോന്റെ സന്തോഷമാ എനിക്ക് ഏറ്റവും വലുത്. അവന്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാ ഞാൻ ജീവിക്കുന്നത്. അവന്റെ ഇഷ്ടങ്ങൾ എനിക്ക് അറിയണം. പണ്ടും ഞാൻ അങ്ങനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതെന്തേലും ആട്ടെ, നീ വരാൻ നോക്ക്. അല്ല, എനിക്ക് കരള് ദാനം തന്ന പെൺകുട്ടി ആരാണെന്ന് നയനെ നിനക്കറിയാമോ? അത് പിന്നെ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ വന്നില്ലല്ലോ, കുട്ടീനെ കണ്ടില്ലായിരുന്നല്ലോ. ഓ, നീയും കള്ളം പറയാണോ? അയ്യോ അല്ലമ്മേ, ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? അവളെ പറ്റി ആരും എന്നോടൊന്നും പറയണ്ട, പറയാതിരിക്കുന്ന നല്ലത്. പക്ഷെ എപ്പോഴാണെങ്കിലും എന്നാണെങ്കിലും ഞാൻ ആ കുട്ടീനെ കണ്ടെത്തിയിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഒളിപ്പിച്ചു വെക്ക്. സത്യം പറയാലോ. അങ്ങനെ ത്യാഗ മനസ്സുള്ള പെൺകുട്ടികളാ ഒരു വീടിന്റെ മരുമകളായിട്ട് കേറി വരേണ്ടത്. ആ പെൺകുട്ടി എങ്ങാണോ എന്റെ മരുമകളായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. നീ അവിടെ നോക്കി നിൽക്കാതെ ബാ, വന്ന് ഭക്ഷണം കഴിക്ക് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നയനിയും കൂട്ടിക്കൊണ്ട് ദേവയാനി പോവുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിലേക്ക്. പിന്നെ കാണിക്കുന്ന നമ്മുടെ അനാമിക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ തന്നെ ജാനകിയും ജലജയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഓ വന്നോ, രാജകുമാരി എത്തിപ്പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ അനാമികയല്ല ദേവയാനി പറഞ്ഞു, ദേ മോളെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നയനി അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക നമ്മുടെ ദേവയാനി, ഇവള് ഇനി എന്റെ മോനെ ഉപേക്ഷിക്കത്തില്ല, അതെനിക്ക് ഉറപ്പായി. എന്നെ ഉപേക്ഷിച്ചാലും അവന് ഇവളെ വേണം, അതുറപ്പാ. ആ നിലയ്ക്ക് ഇവക്ക് വെച്ച് വിളമ്പിയല്ലേ പറ്റൂ എന്ന് മനസ്സിലല്ലാട്ടോ, സോറി പറയാണ് അവിടെ ഉള്ളവരോട് എല്ലാരോടും നമ്മുടെ നയനെ കൊണ്ട് ഇരുത്തിയിട്ട്. അപ്പൊ നയനെ വിളമ്പി കഴിക്കാത്തോണ്ട് ദേവയാനി ചോദിക്കുകയാണ്, അല്ല ഇനി ഞാൻ നിനക്ക് വിളമ്പിയും തരണോ? അയ്യോ വേണ്ടമ്മേ, ഞാൻ വിളമ്പി കഴിച്ചോളാം. ഏടത്തി ഒരു കാര്യം ചെയ്യ്, വിളമ്പിട്ടെ അവക്ക് വാരി കൊടുക്ക. എന്ന് വെച്ചാലേ ഇവളുടെ കരളല്ലേ ഏടത്തിക്ക് അറുത്തു മുറിച്ച് തന്നിരിക്കുന്നത്. ഇവളുടെ കാട്ടായം കണ്ടാൽ അങ്ങനെ തോന്നും. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക, അതേടി എന്റെ മരുമകളുടെ കരള് തന്നെയാ കൂടുതൽ പകുത്ത് എനിക്ക് തന്നത്. അല്ലാതെ ഇവിടെ വേറെ ആരും തന്നിട്ടില്ലല്ലോ, ആരും ഇവിടെ കളിയാക്കണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയാ, അതെ ഇന്നത്തെ ഫുഡ് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ജലജ പറഞ്ഞു, അത് ഞാനും പറയാൻ തുടങ്ങുമായിരുന്നു. ഇത്രയും നന്നായിട്ട് എടുത്ത് ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇതെന്താ ടേസ്റ്റ്? എനിക്ക് മനസ്സിലായി ജലജ, എന്നെ സുഖിപ്പിച്ച അടുക്കള കയറണ്ടല്ലോ നിനക്ക്. ഇനി അടുക്കള ഭരണം ഏറ്റെടുക്കാൻ തന്നെ എന്റെ തീരുമാനം. പക്ഷെ അത് ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നെ സഹായിക്കാന് നീയും ജാനകിയും ഒക്കെ വേണം. എന്നെ വന്ന് സഹായിക്കുകയും ചെയ്യണം. അല്ല അപ്പം ഇവൾമാർക്ക് എന്താ ഇവിടെ പണി? ഇവൾമാരെ ഒന്നും സഹായത്തിന് കൂട്ടുന്നില്ലേ എന്നിങ്ങനെ ജലജ ചോദിച്ചു. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, ആഹാരം കഴിക്കുന്നതും വലിയൊരു ജോലിയാണല്ലോ. അപ്പൊ നവി പറഞ്ഞു, ഈ പറഞ്ഞതേ സ്വന്തം മരുമകൾക്കും ബാധകമാ, ഇവക്കും കൈയും കാലും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് അടുക്കളയിൽ കയറുകയാണെങ്കിൽ ഇവക്കും കയറാം, ഇവക്കും പണിയാ. അപ്പൊ അനാമിക പറഞ്ഞു, ഞാൻ ഇതുവരെ അടുക്കള കയറിയിട്ടില്ല, പാചകം ചെയ്തിട്ടുമില്ല. എങ്കിൽ പിന്നെ എന്റെ കാര്യം അങ്ങനെ തന്നെയാ. എന്റെ അച്ഛനും അമ്മയും എന്നെ അടുക്കള കയറിയിട്ടില്ല. പിന്നെ നയന് അടുക്കള കയറി നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ടല്ലോ അമ്മ അവളെ പഠിപ്പിച്ചതിന്റെ ഗുണമാ. അപ്പം ദേവയാനി പറഞ്ഞു, അങ്ങനെ എല്ലാവരും അടുക്കള കയറിയാലേ അടുക്കള പണി പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ വരെ പാചകം അറിയത്തില്ലായിരിക്കാം എന്ന് വെച്ച് എന്നും അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാം പഠിച്ചിരിക്കണം, പാചകം എല്ലാം അറിഞ്ഞിരിക്കണം. ആരെയും ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിലേ
അതല്ലേ നല്ലത്. പിന്നെ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, അതെ, നാളെ മുതൽ അമ്മയെ അടുക്കളയെ സഹായിക്കാൻ ഞാനും വരാം. അപ്പം ജലജ പറഞ്ഞു, ആ, അതൊരു നല്ല കാര്യമാ, അതാ നല്ലത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയാ, അതിനു മുമ്പും നീയൊക്കെ തന്നെയല്ലേ അടുക്കളപ്പണി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ദേവേന് പറഞ്ഞു, വേണ്ട ജലജ, നിർത്ത, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി അടുക്കളപ്പണി ചെയ്യാനായിട്ട് നയന അടുക്കളയിലേക്ക് കയറണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് എന്തോ പോലെ ആയി പോയിട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയാ, ഇനിയിപ്പൊ നീ അടുക്കളയിലേക്ക് കയറി പാചകം ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ടാ ഞാൻ പാചകം ചെയ്യുന്നത്. എന്തിനമ്മ ഇങ്ങനെ ഒരു വാശി എന്നോട് കാണിക്കുന്നത്? വേണ്ട വേണ്ട, ഞാൻ വാശിയൊന്നും കാണിക്കുന്നതല്ല. അടുക്കളപ്പണി ചെയ്താ എല്ലാവരെയും നീ കയ്യിലെടുത്തത്. കഴിഞ്ഞ കുറെ നാളായിട്ട് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ എല്ലാവരും പട്ടിണി കിടക്കുമായിരുന്നോ? അല്ലല്ലോ, എല്ലാവരും ആഹാരം കഴിച്ചു തന്നെയാ ഇവിടെ ജീവിച്ചത്. അപ്പം ജലജ പറഞ്ഞു, ഹോ, സത്യം പറഞ്ഞാൽ 2 മാസമായിട്ട് ഇവൾ ഇവിടെ ഇല്ലാത്തപ്പം ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം അപ്പച്ചി, ഇനിയും ഞാൻ വീട്ടിൽ പോയി നിന്നോളാം. അപ്പൊ നവ്യ പറഞ്ഞു, എന്തിനാ നയനെ നീ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നീ ആദർശമായിട്ട് ഉള്ളിടത്തല്ലേ നിൽക്കേണ്ടത്, അല്ലാതെ നീ നമ്മുടെ വീട്ടിൽ പോയല്ലേ നിൽക്കേണ്ടത്. അപ്പം ദേവയാനി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇവളില്ലാതെ അവനിപ്പൊ ജീവിക്കാൻ പറ്റത്തില്ല, ആ ഒരവസ്ഥയാ. അത് മനസ്സിലാക്കിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തോ ഇവള്. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം. എന്റെ മോനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, അത് മാത്രം ഞാൻ സഹിക്കില്ല. അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി തളച്ചിടാന്നേ നീ കരുതണ്ട. നീ പോയാൽ അവനും പുറകെ വരുന്നായിരിക്കും നിന്റെ വിചാരം. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇവിടുന്ന് പോവില്ല, എന്റെ മോനും ഇവിടുന്ന് പോവില്ല. എന്റെ മോൻ എന്നും എന്റെ കൺമുമ്പിൽ തന്നെ കാണും. നീ മര്യാദയ്ക്ക് കഴിക്കാൻ ഇങ്ങനെ പറയാ. ഇതൊക്കെ കണ്ടപ്പോ നമ്മുടെ നവ്യക്ക് എന്തോ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നവ്യ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കുകയാണ്. ഏതായാലും ദേവയാനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പൊ മനസ്സിലിങ്ങനെ ദേവയാനി വിചാരിക്കുക, കറികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എല്ലാം എന്റെ മരുമോള് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇവളെന്നും ഇങ്ങനെ ആഹാരം കഴിച്ച് ജോലിയൊന്നും ചെയ്യാതെ എന്റെ ഈ കുടുംബത്തില് രാജകുമാരിയായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് കാണേണ്ടത്. എന്റെ ഈശ്വര, അത് നീ സാധിച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പൊ ആദർശിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. വേറെ ആരുമല്ല, നയനയാണ് വിളിക്കുന്നത്. അപ്പൊ ആദർശ് പറഞ്ഞു, പറയും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ നയന, കഴിക്കുവാണോ? കഴിക്കുവാന്നേ. അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അത് ഞാൻ ഇപ്പൊ അങ്ങ് കഴിച്ചതേ ഉള്ളൂ. നിനക്കും അമ്മ ഭക്ഷണം ഉണ്ടാക്കി തന്നെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല നയന, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാന് അങ്ങോട്ട് പോകാതിരുന്നതാണേ. അപ്പൊ അമ്മ തന്നെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്. ഇതൊക്കെ അവിടെ നടന്നോ? ഇതൊക്കെ സത്യമായ കാര്യം തന്നെയാണോ? എന്റെ ദൈവമേ, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കമൊന്നും മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട്. പിന്നെ ആദർശേട്ടനെയും ആദർശേട്ടന്റെ അച്ഛനെയും മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ നല്ല പേടിയുണ്ട്. ഇനിയിപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പേടിയുണ്ട്. എന്ന് വെച്ചാല് ഇനിയിപ്പം അമ്മയ്ക്ക് എന്നോട് അവഗണന കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാല് ആദർശേട്ടനത് സഹിക്കാൻ പറ്റില്ലെന്നും മുത്തശ്ശിനും അത് സഹിക്കാൻ പറ്റില്ലെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊക്കെ അതിന്റെ പേരിൽ അമ്മയോട് പിണങ്ങുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒന്നും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അമ്മ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? എങ്കിൽ പിന്നെ അതൊക്കെ വലിയ മാറ്റം നയന. അതെ അതെ, എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഫുഡ് കുറച്ച് കൂടുതൽ കഴിച്ചു. ഇനി അമ്മയ്ക്ക് സന്തോഷമാകട്ടെ. സത്യം പറയാലോ, അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ ഉണ്ടല്ലോ, വളരെ നന്നായിരുന്നു, നല്ല ടേസ്റ്റാ. എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആട്ടോ അമ്മ ഉണ്ടാക്കി വെച്ചത്. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, എത്ര വെറുപ്പുണ്ടെങ്കിലും നിന്നോട് പുറമെ അതൊന്നും കാണിക്കരുതെന്ന്. അത് ഞാൻ മാത്രമല്ല, അച്ഛനും അമ്മയും അച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴാണല്ലോ പലരും സ്വയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, തെറ്റുകൾ മനസ്സിലാക്കി സത്യങ്ങൾ തിരിച്ചറിയുന്നത്, തെറ്റുകൾ തിരുത്തുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അമ്മ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു ഡെവലപ്പ് ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതെന്തിനാ? കാണേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ഭാവിയെ പറ്റി ചോദിക്കാൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഭാവിക്ക് എന്താ ഇപ്പൊ കുഴപ്പം? അതിനെന്തിനാ ഡോക്ടറിനെ പോയി കാണുന്നത്? അല്ല, ഒരു ചടങ്ങ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മുടങ്ങിക്കിടക്കല്ലേ, അതേപ്പറ്റി വിശദമായിട്ട് ഒന്ന് സംസാരിക്കണം. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതം. അതല്ലേ നയന വേണ്ടത്? എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പോന്ന് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക്. അതൊക്കെ ശരി. അല്ല, അമ്മ അടുക്കള കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് നീ സഹായിക്കാനൊന്നും പോകണ്ട കേട്ടോ. അമ്മയ്ക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അമ്മയുടെ മൂഡ് അനുസരിച്ച് നീ ഇന്ന് പെരുമാറാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ നയന എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഏതായാലും നയനയ്ക്കും ഭയങ്കര സന്തോഷം, അതുപോലെ ആദർശിന് ഭയങ്കര സന്തോഷം.
എല്ലാവരും ഹാപ്പി. ഏതായാലും നയനി ഇങ്ങനെ ഫോൺ വെച്ചിട്ട് വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.